നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെയും അതായത് BJPയുടെയും സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങളിൽ ഘടനാപരമായ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം 2024 നിറം മങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് പാർട്ടിക്ക് ലഭിച്ചത്. മൂന്നാം തവണയും അധികാരത്തിലെത്തുന്ന ഒരു സർക്കാരാണ്. 10 വർഷം ഇന്ത്യ ഭരിച്ച സർക്കാരാണ്. ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കുക വളരെ പ്രയാസമാണ്. അതുമാത്രമല്ല, ഇന്ത്യ മുന്നണി എന്ന നിലയിൽ അഴിമതി പാർട്ടികളെല്ലാം ചേർന്ന് ഒരുമിച്ച് നിന്ന് എതിർക്കുമ്പോൾ തീർച്ചയായും ഈ പ്രതികൂല അവസ്ഥയെ തരണം ചെയ്തു എന്ന കാര്യം പരിഗണിക്കുമ്പോൾ ഇതൊരു മഹത്തായ വിജയം കൂടിയാണ്. എന്നാലും 2019-ലും 2014-ലുമെല്ലാം പാർട്ടിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഒറ്റയ്ക്ക് തന്നെ ലഭിച്ചിരുന്നു. 272 സീറ്റുകളിലധികം ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ലഭിച്ചിരുന്നു. 300 സീറ്റുകളോളം നേടിയാണ് 2019-ൽ BJP വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ 400 കടക്കും NDA എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നതാണ്. പക്ഷേ ചില പ്രതികൂല ഘടകങ്ങൾ കാരണം 2024 തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞുവെങ്കിലും BJP അല്ലെങ്കിൽ NDA മുന്നണി ഭരണം നിലനിർത്തുകയായിരുന്നു. മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയായിരുന്നു. പക്ഷേ ഈ പരാജയത്തിൻ്റെ ചില ഘടകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലും ഘടനാപരമായ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഒതുക്കുകയാണ്. അദ്ദേഹം ഒരു പ്രധാനമന്ത്രി നിർവഹിക്കേണ്ട ചുമതലകൾ മാത്രം നിർവഹിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, തൻ്റെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായ തെലുഗുദേശം പാർട്ടിയെയും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡിനെയും ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നടത്തുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായാകട്ടെ മുന്നണി സംവിധാനത്തെ കെട്ടുറപ്പുള്ളതാക്കാനുള്ള വലിയ ശ്രമം നടത്തുകയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, ഫലം വന്നതിന് ശേഷം പറഞ്ഞത് തീർച്ചയായും ഇതൊരു മുന്നണി സർക്കാരാണ്, പക്ഷേ രാജ്യം കണ്ട ഏറ്റവും കെട്ടുറപ്പുള്ള ഏറ്റവും സ്ഥിരതയാർന്ന ഒരു മുന്നണിയായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മുന്നണിയുടെ കെട്ടുറപ്പ് അതിനൊരു ഭീഷണിയും ഉണ്ടാകാതെ, ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയിൽ നിന്നും യാതൊരുവിധ ഭീഷണിയും ഇല്ലാതെ നോക്കുക എന്ന ചുമതലയാണ് ഇപ്പോൾ അമിത്ഷായ്ക്കുള്ളത്. അദ്ദേഹം മറ്റ് മുന്നണികളിൽ നിന്നും പാർട്ടികളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, ഈ മുന്നണിയിൽപ്പെടുന്ന ആരും തന്നെ ഇന്ത്യ മുന്നണിയിലേക്ക് കൂറുമാറിപ്പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള പല ശ്രമങ്ങളും അദ്ദേഹം നടത്തി വരുന്നുണ്ട്. മുതിർന്ന BJP നേതാവും മറ്റൊരു കേന്ദ്രമന്ത്രിയുമായ അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇപ്പോൾ വലിയ ഒരു പങ്ക് പാർട്ടി പ്രവർത്തനങ്ങളിൽ വഹിക്കുന്നുണ്ട്. അതായത് രാജ്നാഥ് സിംഗ് പാർട്ടിയുടെ ഘടനാപരമായ ചില കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ പാർട്ടിയും RSSുമായിട്ടുള്ള ബന്ധങ്ങളിലുമെല്ലാം കൃത്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കൃത്യമായ പ്രവർത്തനങ്ങൾ, വീഴ്ചകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും BJPക്ക് തിരിച്ചടിയേറ്റിരുന്നു. ഈ സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് തിരിച്ചടിയേൽക്കാനുള്ള കാരണം പാർട്ടിയും RSSും തമ്മിലുള്ള ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വന്നതാണ് എന്ന വിലയിരുത്തലുകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കപ്പെടുന്നില്ല എങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പാർട്ടി, പ്രത്യേകിച്ചും BJP മുൻകൈയെടുത്തുകൊണ്ട് തന്നെ RSSുമായിട്ടുള്ള ബന്ധങ്ങളിൽ യാതൊരു ഉലച്ചിലുകളും ഉണ്ടാകരുത് എന്ന നിർദ്ദേശം കീഴ്ഘടകങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായി നോക്കുന്നത് ദേശീയ തലത്തിൽ രാജ്നാഥ് സിംഗ് ആണ്. ഈ വരുന്ന ഓഗസ്റ്റ് 17-ാം തീയതി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ ഒരു നിർണായകമായ യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് പുറമെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ദേശീയ ജനറൽ സെക്രട്ടറിമാരും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ അടുത്ത ദേശീയ അധ്യക്ഷൻ ആര് എന്ന ഒരു ചോദ്യത്തിന് പുറമെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ തന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യാനുള്ള ചർച്ചകളും നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് 4ഓളം സംസ്ഥാനങ്ങളിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. പാർട്ടിക്ക് ഏറ്റവും അധികം തിരിച്ചടിയേറ്റ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് അവിടെ 10ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ 6ഉം BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളെ BJPയുടെ കേന്ദ്ര നേതൃത്വം വളരെ ഗൗരവകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിക്കുന്ന കൃത്യമായ ചർച്ചകളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 17-ാം തീയതി നടക്കുന്ന യോഗത്തിൽ ഈ വിഷയങ്ങളാകും രണ്ടാമതായി ചർച്ച ചെയ്യുക എന്ന ഒരു വിവരവും വരുന്നുണ്ട്. അതിനു പുറമെ ഈ അടുത്ത ദിവസങ്ങളിലായി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ വീട്ടിൽ ഒരു
നിർണായകമായ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ BJPയുടെ മുതിർന്ന നേതാക്കളും RSSന്റെ മുതിർന്ന നേതാക്കളുമാണ് പങ്കെടുത്തിരുന്നത്. കൂടുതൽ കൃത്യതയോടുകൂടി കൂടുതൽ യോജിച്ചു നിന്നുകൊണ്ട് ഈ വരുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ നേരിടാം എന്നാണ് ഈ യോഗം ചർച്ച ചെയ്തത്. ഇതിൻ്റെ അർത്ഥം RSSും BJPയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പാർട്ടി ദേശീയ തലത്തിൽ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിർവഹിക്കുന്നത് മുതിർന്ന BJP നേതാവായ രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗിൻ്റെ ഈ വീട്ടിൽ നടന്ന ഈ യോഗത്തിൽ BJPയുടെയും RSSൻ്റെയും നേതാക്കളെല്ലാം ചർച്ച ചെയ്തത് വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തന്ത്രങ്ങളെക്കുറിച്ച് തന്നെയാണ്. അവിടെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്ന ഭീഷണിയെ നേരിടുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലുണ്ടായ തിരിച്ചടികൾ അതെങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് RSSൻ്റെയും BJPയുടെയും നേതാക്കൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തത്. ഈ യോഗത്തിൽ മറ്റൊരു നിർണായക വിഷയം കൂടി ചർച്ചാ വിഷയമായി. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ഈ അക്രമ സംഭവങ്ങൾക്കെതിരെ പാർട്ടി വളരെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലെ സർക്കാർ വലിയ പിന്തുണ നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്ന ഇടക്കാല സർക്കാർ അവർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അവർക്ക് അയച്ച സന്ദേശത്തിൽ ബംഗ്ലാദേശി ഹിന്ദുക്കളെ സംരക്ഷിക്കണം, അവരെ വേട്ടയാടാൻ അനുവദിക്കരുത് എന്ന താക്കീത് നൽകിയിരുന്നതാണ്. പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷമാകട്ടെ ഇതിനെതിരെ ശബ്ദമുയർത്തിയില്ല. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വലിയ ആക്രമണങ്ങൾക്ക് ഇരയാകുമ്പോൾ പ്രതിപക്ഷം ഇവിടെ മൗനം പാലിക്കുകയായിരുന്നു. ഹിന്ദുക്കളെ സംരക്ഷിക്കണം, അവരെ ആക്രമിക്കുന്നത് തടയണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടത് പോലും ഉചിതമായില്ല എന്ന് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാവായ NK പ്രേമചന്ദ്രൻ പറഞ്ഞതും ശ്രദ്ധേയമാണ്. ഇതെല്ലാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉന്നയിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ RSSും BJPയും തമ്മിലുള്ള കൃത്യമായ ഏകോപനം ഉറപ്പുവരുത്തിക്കൊണ്ട് കൃത്യമായ ഐക്യത്തോടുകൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ വിജയം നേടാനുമാണ് ഇപ്പോൾ BJP ഉന്നത നേതൃത്വം തന്നെ ശ്രമിക്കുന്നതെന്ന് വ്യക്തം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.